ഹലോ. ഇപ്പോൾ ഈ സീതപ്പഴത്തിൻ്റെ സീസണൊക്കെ അല്ലേ? വീട്ടിലാണെങ്കിൽ കുറച്ച് സീതപ്പഴം ഉണ്ടായി. അത് പറിക്കാനായിട്ട് പുറത്തേക്ക് ഇറങ്ങിയതാ. ചെറിയ ചാറ്റൽ മഴയൊക്കെ ഉണ്ട്. നന്നായിട്ട് മൂത്തെടുക്കുന്ന സീതപ്പഴമാണ്. ഇപ്പോഴേ പറിച്ച് വെച്ചില്ലെങ്കിൽ അത് പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ പിന്നെ കഴിക്കാനും കിട്ടില്ല. ഇന്ന് പറിച്ചു വെച്ച സീതപ്പഴം നാളെ ആകുമ്പോഴേക്കും നന്നായിട്ട് പഴുക്കും. ഈ പഴുത്ത സീതപ്പഴം കൊണ്ട് നമുക്കൊരു കേക്കിൻ്റെ ഫില്ലിംഗ് കൊടുത്താലോ? ആദ്യമായിട്ട് ഞാൻ ഈ കേക്ക് ഉണ്ടാക്കിയത് കഴിഞ്ഞ ഡിസംബറിലാണ്. അന്ന് 2 തവണയാണ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോഴേക്കും ഈ സീതപ്പഴത്തിൻ്റെ സീസണും കഴിഞ്ഞു പോയാർ. ആദ്യമായിട്ട് വീട്ടിലേക്ക് വേണ്ടിയാണ് ഈ കേക്ക് ചെയ്തത്. അപ്പോൾ പ്രതീക്ഷിക്കാത്ത അത്രയും ടേസ്റ്റ് ഉണ്ടായി ഈ കേക്കിന്. അങ്ങനെയാണ് കോമ്പറ്റീഷനിലും ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ അതിന് പ്രൈസും കിട്ടുകയും ചെയ്ത്. അപാര ടേസ്റ്റാണ് ഈ കേക്കിന്. അതിനുശേഷം പിന്നെ ഇന്നാണ് ഈ സീതപ്പഴം കിട്ടിയത്. അത് വീട്ടിലും കൂടി ഉണ്ടായതായതുകൊണ്ട് പിന്നെ സ്പെഷ്യലായി. കുരു കളഞ്ഞ് ഇതിൻ്റെ പൾപ്പ് മാത്രം എടുക്കാനായിട്ട് നമ്മുടെ ചെറിയ ജാറിലേക്ക് ഇത് മൊത്തം സ്പൂണും കൊണ്ട് കോരി മാറ്റിയതിന് ശേഷം ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുക. ഒരുപാട് അടിക്കരുത്, അപ്പോൾ പിന്നെ ആ കുരുവും കൂടി അടിഞ്ഞു പോകും. ചെറുതായിട്ട് ക്രഷ് ചെയ്ത് എടുത്തതിന് ശേഷം ആ കുരുകൾ പിറക്കി മാറ്റി കളഞ്ഞാൽ മതി. എന്നിട്ട് അതിലേക്ക് മിൽക്ക് മെയ്ഡും കൂടി ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് വയ്ക്കുക. എന്നിട്ട് നമ്മുടെ കേക്കിലേക്കുള്ള ക്രീമുകളൊക്കെ ബീറ്റ് ചെയ്ത് വെച്ച് കേക്ക് നന്നായിട്ട് വെറ്റ് ചെയ്തെടുക്കുക. ഇപ്പം ഇതിൽ ഞാൻ വെറ്റ് ചെയ്യണില്ല. വീട്ടിലേക്ക് ചെയ്ത കേക്കാണിത്. അപ്പോൾ വെറ്റ് ചെയ്യണത് ഒരുപാട് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ വെറ്റ് ചെയ്തില്ല. അങ്ങനെ ഫസ്റ്റ് ലെയറിൽ ക്രീം കൊടുത്തതിന് ശേഷം ചുറ്റിനും ഒരു റിങ് കൊടുക്കുക. എന്നിട്ട് വേണം ഈ ഫില്ലിങ് കൊടുക്കാൻ, അല്ലെങ്കിൽ ലീക്കേജ് വരും കേക്കിൽ. ഇതേപോലത്തെ ഫ്രഷ് ഫ്രൂട്ട്സിൻ്റെ ഫില്ലിങ്സ് ഒക്കെ കൊടുക്കുമ്പോൾ നമ്മൾ കേക്കിൽ റിങ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ലീക്കേജ് ഒന്നും ഉണ്ടാവില്ല. ഈ ഫില്ലിങ് കൊടുത്തതിന് ശേഷം കുറച്ചും കൂടി മിൽക്ക് മെയ്ഡ് അതിൻ്റെ മുകളിൽ ആഡ് ചെയ്ത് സെക്കൻഡ് ലെയർ വയ്ക്കാം. ഇതും ഫസ്റ്റ് ലെയർ നമ്മൾ ചെയ്ത പോലെ തന്നെ വെറ്റ് ചെയ്യുക, ക്രീം കൊടുക്കുക, ഫില്ലിങ് കൊടുക്കുക, അങ്ങനെ ചെയ്യുക. ക്രം കോട്ട് കഴിഞ്ഞ കേക്ക് പെട്ടെന്ന് തന്നെ ഫൈനൽ കോട്ടിങ് കൊടുക്കാനുള്ളതാണെങ്കിൽ ഫ്രീസറിൽ ഒരു അരമണിക്കൂറും അല്ലെങ്കിൽ പിന്നെ ഫ്രിഡ്ജിൽ 1 മണിക്കൂറും സെറ്റ് ചെയ്യാനായിട്ട് വയ്ക്കണം. നന്നായിട്ട് സെറ്റായ കേക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ഫിനിഷ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഞാനൊരു അരമണിക്കൂർ ഫ്രീസറിൽ വെച്ചിട്ടാണ് പിന്നെ ഫൈനൽ കോട്ടിങ് കൊടുത്തത്. ഒരുപാട് വലിയ ഡിസൈനൊന്നും ചെയ്യണില്ല. അതിൻ്റെ ഉള്ളിൽ കൊടുത്ത ഫില്ലിങ് കുറച്ച് ബാലൻസ് ഉണ്ട്. ആ ഫില്ലിംഗ് ആണ് മുകളിൽ കൊടുക്കുന്നത്. ഇതിൻ്റെ ഫില്ലിങ് വെറുതെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ്. പിന്നെ ഒരു കാര്യം പറയട്ടെ, ഇതെൻ്റെ ആദ്യത്തെ വീഡിയോയാണ്. അതിൻ്റേതായ കുറേ പോരായ്മകളൊക്കെ ഉണ്ടാവും. എല്ലാവരും ക്ഷമിക്കണം, സപ്പോർട്ട് ചെയ്യണം. ഈ കേക്ക് ഫുൾ ഫിനിഷ് ചെയ്ത് 1 മണിക്കൂറും കൂടി ഫ്രിഡ്ജിൽ വെച്ച് പെട്ടെന്ന് കട്ട് ചെയ്യാനായിട്ടെടുത്ത് ഒരു ക്ഷമയും ഉണ്ടായില്ല ഇത് ഇരിക്കണ കണ്ടിട്ട്. അടിപൊളി ടേസ്റ്റായിരുന്നു. ഇതിൻ്റെ ഫില്ലിംഗ് ആണെങ്കിൽ ഒരു രക്ഷയുമില്ല. ഇത് കഴിക്കാത്തവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, താങ്ക്